എന്നെ കണ്ടിട്ട് കുറെ നാളായാലോ. നടന്നില്ലേ ഇവിടെ നടന്നില്ലേ? ഇല്ല, ഞാൻ പുറത്ത്. അല്ല, ഞാൻ പുറത്തെന്തെങ്കിലും ഉണ്ടോ? ഇതായിരുന്ന ഒന്നുമില്ല. അല്ലാണ്ട് ഞാൻ എന്താ വിചാരിച്ചു? പുറത്തല്ലായിരുന്നു അമ്മായിയുടെ വീട്ടില്. ആ അമ്മായി പെട്ടെന്ന് മരിച്ചു. അവർക്കെന്താ പറ്റി? നന്നായി ശ്വാസം വലിച്ചായിരുന്നാ. ദിവസം രാവിലെ എൻ്റെ ശ്വാസം വലിച്ച് പോയിരിക്കും. കുഴപ്പമില്ലടാ, മനുഷ്യന്മാരല്ലേ. അമ്മായി മരിച്ചു പോയോണ്ടല്ലോ. അവര് മരിക്കണായിട്ട് മുന്നേ ഒരു കാര്യം പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായി. അമ്മായി മരിച്ചു പോയോണ്ടിരിക്കുന്നു. അമ്മായി മരിക്കാനായിട്ട് മുന്നേ ആ അലമാര ചൂണ്ടിക്കാണിച്ചിട്ട് എന്തൊരു ഡയറിയുടെ പൈസയുടെയും കാര്യം പറഞ്ഞു. അതെന്താണെനിക്ക് ഒരു മനസ്സിലായി. നിനക്ക് ആ അലമാര തുറന്നു നോക്കാറുന്നില്ലേ? നിന്റെ വലിയ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ? അപ്പൊ താക്കോലോ? ഞാനതോടെ കുറേ തെരഞ്ഞിടൂ. അത് കാണാനില്ല, എവിടെ വെച്ചേക്കണമെന്ന് അറിയില്ല. ഒരു കാര്യം ചെയ്താലോ? അത് കുത്തി പൊളിച്ചാലോ? അതേ, അമ്മായിക്കൊരു ആങ്ങളുണ്ട്, വെട്ടുകേസിലെ പ്രതിയാ. അപ്പൊ അത് ആ പരിപാടി നടക്കുമോ? അപ്പൊ അത് വേണ്ട, അതറിയില്ല. നിനക്ക് ഇപ്പൊ അലമാരി തുറക്കല് വേണ്ടോ? അത് നിന്റെ അമ്മായി കൊണ്ടു തുറപ്പിക്കും. ഞാൻ കുഴി കൂടി തോണ്ടാൻ കൊണ്ടുവരുമോ? ഞാൻ ചീത്തപ്പേരും കൂടിയേ വേണ്ടുള്ളൂ, ബാക്കി അല്ലാതായി. കുമാരൻ ചുട്ടുപൊഴിയെ തിന്നവനാണ്. വരട്ടോ? വരട്ടോ? ചങ്കര, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടാ, ഈ പെണ്ണുങ്ങൾ വരുമ്പോട്ട് വരരുതെന്ന്. എന്റെ അമ്മായി വന്നിട്ടുണ്ട്, എന്താ ആവശ്യം ചോദിച്ചു. അമ്മായി മരിക്കുന്ന കാലത്ത് എന്നോട് എന്താ പറഞ്ഞു? അലമാരയിൽ ചൂണ്ടിക്കാണിച്ചിട്ട് എനിക്കതൊന്നും മനസ്സിലായില്ല. അമ്മായി എന്താ പറയണേ? അമ്മായി എന്താ റേഞ്ച് നോക്കിയൊന്നും നോക്കിയേ? സ്ഥലത്ത് മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ അമ്മായി പോയി, ഇപ്പോഴൊന്നും വരില്ലേ? പകുതിയാക്കണ്ട, മുഴുവനായിട്ട് എടുത്തോളോ. ഈ ജന്മം മുഴുവൻ വീട്ടിൽ വീടാത്ത കടങ്ങൾ ബാധ്യതയാക്കിട്ടാ തള്ള എടുത്തോ.